ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ അലീന കിച്ചണില് പൗലോസ് ചേട്ടനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് ചേട്ടൻ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനോ നിങ്ങളോ ഇതിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഈ വീട്ടിൽ കാണത്തുള്ളൂ. എന്തായാലും സാധനങ്ങൾ ഇങ്ങനെ ധാരാളിച്ച് കളയുന്നതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അതിന് ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. കേണൽ സാറ് ഇതുവരെ എന്നോട് ഒരു പരാതിയോ പരിഭവോ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് എൻ്റെ രീതികളൊക്കെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാനും അർഹതപ്പെടാത്തവർക്ക് കൊടുക്കാനും ഒന്നിനും ഞാൻ സമ്മതിക്കത്തില്ല. എന്തായാലും ഇതിലൊരു തീരുമാനമാക്കിയിട്ടേ കാര്യമുള്ളൂ. ഞാൻ എന്തായാലും ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് തന്നെയാണെന്നൊക്കെ പൗലോസ് ചേട്ടനെ പറഞ്ഞ് പേടിപ്പിക്കുന്നൊക്കെയുണ്ട് നമ്മുടെ അലീന. ആ സമയത്താണ് വലിയപ്പച്ചന് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് അവളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ പറയുന്നത് പോലെ അങ്ങ് ചെയ്യ്. ഇത്രയും കാലമായിട്ട് നിനക്കിതൊന്നും അറിയത്തില്ലേടാ പൗലേസ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വലിയപ്പച്ചൻ. ഇത്രയും കാലം ഇവിടുത്തെ കിച്ചണിൽ ജോലി ചെയ്തിട്ട് ഒരു ദിവസം എത്ര ആഹാരം വെക്കാനുള്ള സാധനങ്ങൾ വേണം എന്നുള്ളത് ഇത്രയും കാലം പഠിച്ചിട്ടില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നവും. അലീന ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അത് ലാലിച്ചിന് ദേഷ്യമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അലീനയെ വലിയപ്പച്ചൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ വഴക്കിനൊന്നും നിൽക്കണ്ട. നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ മുന്നിൽ നീ എന്തിനാ ഇങ്ങനെ ചെറുതാവുന്നത്? ഇങ്ങനെ സാധനങ്ങൾക്ക് പിശുക്ക് പറയുമ്പോൾ നീയല്ലേ അവിടെ ചെറുതായി പോകുന്നത്? അങ്ങനെ ചെറുതാവൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവൾ പറയുന്നത്, ഇവിടെ ചെറുതോ വലുതോ ഒന്നുമല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അപ്പച്ചൻ പറയാ, എത്രയോ കുട്ടികൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത്. അതായത് അർഹതപ്പെടാത്തവർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, വെറുതെ സാധനങ്ങൾ വേസ്റ്റ് ആക്കി തള്ളിക്കളയുന്നു. അതൊക്കെ ഉപയോഗിച്ചു കൂടെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കാര്യത്തിലും അഴിമതി നടക്കുന്നുണ്ടായിരിക്കുമല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത് മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എസ്റ്റേറ്റിലും എല്ലായിടത്തും അഴിമതി നടക്കുന്നുണ്ടാവും. കാരണം ആരും പോയി നോക്കുന്നില്ലല്ലോ. വെറുതെ മണ്ടനല്ലാഞ്ഞിട്ടും മണ്ടനെ പോലെ അഭിനയിക്കുകയല്ലേ പപ്പ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ ഒന്നിനും ഇടപെടാൻ പോകത്തില്ല. കാരണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ എവിടെ കൂടുതൽ എവിടെ കുറഞ്ഞെന്നൊന്നും അവൻ നോക്കത്തില്ല. അവന് എല്ലാ കാര്യവും കറക്റ്റിന് വേണം. അതൊക്കെ പൗലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും അഴിമതിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും തിരക്കാൻ പോകണ്ട. വെറുതെ എന്തിനാ നമ്മൾ വേലി കിടക്കുന്ന പാമ്പിനെ തോളിൽ കയറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണോ പാമ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് നീയല്ല പാമ്പ്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകണ്ടെന്ന്. ഇതൊന്നും കണ്ട് എനിക്കൊരിക്കലും വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാര്യത്തിനാണെങ്കിൽ ഞാൻ എന്തായാലും ഏറ്റുമുട്ടിയും എനിക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ പൗലോസ് ചേട്ടന് കുറച്ച് കൊണ്ടിട്ടുണ്ട് നമ്മൾ അലീന ഇങ്ങനെ പറഞ്ഞത്. കാരണം ഇത്രയും കാലം അയാൾ ഉപയോഗിച്ചിരുന്ന അടുക്കളയിൽ ആരും കൈ കടത്താൻ വന്നിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എല്ലാ ഭക്ഷണവും നേരാനേരം അയാൾ നമ്മളെ കേണൽ സാറിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിനൊന്നും അയാൾ കുറ്റവും കുറവും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാ ഇന്നലെ വന്ന ഒരാൾ പറയുന്നത് കേട്ട് അയാൾ പേടിച്ച് നിൽക്കണമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ആൻ്റപ്പൻ ചേട്ടനും അതുപോലെ തന്നെ ഡ്രൈവർ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ആൻ്റപ്പൻ ചേട്ടന് കുറച്ച് പേടിയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. പിന്നെ പോരാത്തതിനും അവരെ അവിടുന്ന് തട്ടുമോ എന്നുള്ള പേടിയും അവർക്കുണ്ട്. പക്ഷേ പൗലോസ് ചേട്ടൻ രണ്ടിലൊന്നേ അറിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം കേണൽ സാറെ മക്കളെ. അതുകൂടാതെ ഇന്നലെ ഒരാൾ വന്നിട്ട് ഞാൻ കേണൽ സാറിന്റെ മോളാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല, ഇതിലെന്തോ തെറ്റുണ്ട്, ഇതിലെന്തോ കള്ളമുണ്ട്, ഞാൻ എന്തായാലും അവൾ പറയുന്നൊന്നും അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഡ്രൈവറും പൗലോസ് ചേട്ടനെ ചെറുതായിട്ടൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അവൾ പറയുന്നൊന്നും കേൾക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആൻ്റപ്പ ചേട്ടനെ കുറച്ച് പേടിയുണ്ട്. നോക്കിയും കണ്ടൊക്കെ നിന്നോണം, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്ത പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ അവൾ പറയുന്നതും കേട്ട് നമുക്ക് നല്ല രീതിയിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാന്ന്. പക്ഷെ പൗലോസ് ചേട്ടൻ പറയുന്നത് നിങ്ങളായി നിങ്ങളെ പാടായി. പക്ഷെ ഞാൻ എന്തായാലും ഇത്രയും കാലം ഈ അടുക്കള എങ്ങനെയാണോ കൊണ്ട് നടന്നിരുന്നത് അതുപോലെ തന്നെ കൊണ്ട് നടക്കുള്ളൂ. എനിക്ക് എന്തായാലും ആളെ പേടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നേരെ പോകുന്നത് കേണൽ സാറിനോട് പരാതി പറയാനാട്ടോ. അങ്ങനെ മുകളിൽ പോയിട്ട് കേണൽ സാറോട് പറയുന്നുണ്ട്, സാറേ എനിക്ക് കുറച്ച് വിഷമം പറയാനുണ്ട്. എന്താ നിനക്ക് വിഷമം, എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഉള്ളതിനേക്കാൾ കുറച്ച് കൂട്ടിയിട്ടാണ് അവിടെ പോയിട്ട് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചിരുന്ന അടുക്കളയിൽ ആരും എന്നോടൊരു പ്രശ്നം പറഞ്ഞിട്ടില്ല. സാറ് പോലും എന്നോടൊന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, അത് വേണ്ട ഇത് വേണ്ട, നീ ചെയ്ത് തെറ്റാണെന്നൊന്നും ഇന്ന് വരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ അലീന വന്നതിന് ശേഷം സാറിന്റെ മകളെ എന്നെ നന്നായിട്ട് അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഭരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്കെന്തോ അത് ശരിയാണെന്ന് തോന്നുന്നില്ല.
ഇവിടെ ഞാൻ സാറിന് നല്ല നല്ല സാധനങ്ങളാണ് വെച്ച് വിളമ്പി തരുന്നത്. കേടായ സാധനങ്ങൾ എടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ പുഴുവരിക്കുന്ന പച്ചക്കറി, വിണ്ട് കീറിയ പച്ചക്കറി ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതൊക്കെയാണ് ഞാൻ തള്ളിക്കളഞ്ഞത്. അതൊന്നും ശരിയല്ല. ഇതൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ചീത്തവിളി. അവൾ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഇവിടെ സമ്മതിക്കില്ല എന്നും കൂടി അവൾ പറയുന്നുണ്ട്. പിന്നെ വേസ്റ്റ് ആയി കിടന്ന സാധനങ്ങൾ പട്ടിക്ക് കൊടുക്കാത്തതിന് ചീത്ത വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പണിക്കാരത്തിക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല, അതിനൊക്കെ എന്നെ ചീത്ത പറയുന്നുണ്ട്. ഇതൊന്നും ഇവിടെ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ കേണൽ സാർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞോ, അവൾ ഇങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ സാർ, അവൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ഇന്ന് വരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും പിശുക്കിയാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പോയി എനിക്ക് പണിയെടുത്താൽ പോരെ. ഞാനിവിടെ സാറിന്റെ അടുക്കളയിൽ വന്ന് പണിയെടുക്കണോ? അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. എനിക്ക് എന്തായാലും പണി അറിയുന്നത് കൊണ്ട് എവിടെ പോയാലും ജോലി കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടുന്ന് പിരിച്ചു വിട്ടോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്നും പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് കൂടുതലായിട്ടൊക്കെയാണ് നമ്മൾ പൗലോസ് അവിടെ പോയിട്ട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ശരിയായിട്ടൊന്നും അല്ല പറഞ്ഞത്. അവൾ പറഞ്ഞതിനേക്കാൾ ഇരട്ടിപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. കേണൽ സാറിന് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ കുട്ടി അനാഥാലയത്തിൽ ഇത്തരത്തിൽ കേടായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇവിടെ ഈ വീട്ടിൽ കേണൽ സാർക്ക് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാൻ പറയാൻ എനിക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സാർ അവളുമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ എന്തായാലും നിന്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് പൗലോസിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന രീതി മാത്രം അടുക്കളയിൽ ഉപയോഗിച്ചാൽ മതിയോ, അല്ലെങ്കിൽ രീതികൾ മാറ്റണം എന്നാണോ സാറ് പറയുന്നത്? നീ എങ്ങനെയായിരുന്നു ഇത്രയും കാലം ചെയ്തത് അതുപോലെ തന്നെ ചെയ്താൽ മതി, മാറ്റങ്ങളൊന്നും വരുത്തണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ സാറെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ നേരെ സ്റ്റാൻലി ജോസഫ് പോകുന്നത് നമ്മുടെ അലീനയുടെ അടുത്തേക്കാണ്. ആ സമയത്ത് തന്നെ അലീന കുറച്ച് സങ്കടത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പപ്പയെ കാത്തിരിക്കുകയായിരുന്നു. എന്തിനെന്ന് പപ്പ ചോദിക്കുന്നുണ്ട്, ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീ ചെയ്തത് തെറ്റാണെന്ന് അറിയാം. അത് തന്നെയാണല്ലോ ഞാൻ പൗലോസ് ചേട്ടനോട് പറഞ്ഞത്, ചെയ്തത് തെറ്റാണെന്ന്. ഞാൻ നിന്നോടാണ് ചോദിച്ചത്, നീ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. നീ ചെയ്തത്, അതായത് നീ പൗലോസ് ചേട്ടനോട് പറഞ്ഞത് തെറ്റല്ലേന്ന്. ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ ഇത്രയും സാധനങ്ങൾ വേസ്റ്റ് ആക്കി ധാരാളിച്ച് കളയുന്നത്? എനിക്കത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ കിച്ചണിൽ കയറരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയത്? നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പൗലോസ് ഇങ്ങോട്ട് കൊണ്ടുതരില്ല, നീ എന്തിനാ അങ്ങോട്ട് വെറുതെ പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ അടുക്കളയിലൊന്നും പോകാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അടുക്കളയിൽ പോവാം, പക്ഷെ എന്തിനാ അവരോട് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അവരവിടെ എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും പണിയെടുത്തോട്ടെ, നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ എത്തിച്ചു തരില്ലേ? നീ എന്തിനാ വെറുതെ നിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാതാക്കുന്നത്? നമുക്ക് തന്നെ അതൊരു കുറച്ചില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾക്ക് ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ പറയുന്നത്, എനിക്ക് സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ ഇനിയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സ്റ്റാലിനിക്ക് ഇങ്ങനെ അയാളെ എതിർത്ത് സംസാരിക്കുന്നതും ഇഷ്ടമല്ല. പക്ഷെ എന്തോ മകളോടുള്ള അതിയായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് കൂടുതലായിട്ടൊന്നും മറ്റുള്ളവരുടെ അടുത്ത് തട്ടിക്കയറുന്നത് പോലെ അത്രമാത്രം അലീനയുടെ അടുത്തേക്ക് വരുന്നില്ല. പക്ഷെ അവൾ പറയുന്നതിൽ ഒരുപാടൊക്കെ ശരികൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും സ്റ്റാലിൻ പാപ്പ ചെയ്തത് അത്ര ശരിയായില്ല. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇത്രയും സാധനങ്ങൾ വേസ്റ്റ് ആക്കിയിട്ട് അവൾക്ക് ശീലമില്ല. ഇത് കാണുമ്പോൾ അവൾക്ക് എന്തായാലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതികൾ ഇവിടെ ശരിയാവില്ല എന്ന് അവളും പറയുന്നത്. നീ എന്തായാലും അടുക്കളയിൽ കയറണ്ട, അതാ ഞാൻ പറയുന്നതെന്ന് സ്റ്റാലിൻ പാപ്പ ഉറച്ചു പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇതൊന്നും ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ജോലിക്കാരി പറയുന്നത് അപ്പാടെ ശരിയാണെന്ന് വിശ്വസിച്ചിട്ടാണ് അവളോട് വന്ന് ഇത് ചോദിക്കുന്നത്. അതും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നല്ലേ ആദ്യം ചോദിക്കേണ്ടത്, അല്ലാതെ പൗലോസ് പറയുന്നതും കേട്ട് ഇവിടെ വന്നിട്ട് തർക്കിക്കുകയല്ലല്ലോ വേണ്ടതെന്നും അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം, കുളത്തുപുഴയിലെ ബസ് സ്റ്റോപ്പിലേക്ക് എന്നെ ആക്കി തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട പുനലൂർക്ക് വലിയപ്പച്ചൻ പോകുമ്പോൾ എന്നെ അവിടെ ഇറക്കി വിട്ടാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് സ്റ്റാലിനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാൾ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വലിയപ്പച്ചൻ അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വലിയപ്പച്ചൻ പറയുന്നുണ്ട്, ലാലിച്ചന് ദേഷ്യം വന്നു എന്ന്. എനിക്കും ദേഷ്യം വന്നു, ഞാനും പിണക്കത്തിലാണെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നത് പോലെ നമ്മൾ അലീന ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കിച്ചണിൽ പൗലോസും അതുപോലെ തന്നെ ഡ്രൈവറും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടുത്തെ ജോലിക്കാരി പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ ആണെങ്കിൽ അന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അന്നും മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മേടിച്ചതുപോലെ തന്നെ വലിയ മീനൊക്കെയാണ് മേടിച്ചത്. ഇതിന് എത്ര രൂപയായിരുന്നൊക്കെ പൗലോസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മുറിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്, അവൾ വരട്ടെ, അവളുടെ മുന്നിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം, എന്നിട്ട് ഇന്നലത്തേക്കാളും കൂടുതൽ സാധനം വേസ്റ്റ് ആക്കിയിട്ട് കളയണം, എന്നാലേ അവളൊക്കെ പഠിക്കത്തുള്ളൂ. അവളുടെ സംസാരം കേട്ടിട്ട് നമ്മളൊന്നും പേടിച്ചിട്ടില്ല എന്ന് അവളെ മനസ്സിലാക്കിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പൗലോസിനും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അവൾ വരട്ടെ, എന്നിട്ട് അവളുടെ മുന്നിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിണങ്ങിയിരിക്കുന്ന അലീനയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി ജോസഫ് ഒന്ന് എസ്റ്റേറ്റ് വരെ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അത് ചോദിക്കുന്നത് വലിയപ്പച്ചൻ്റെ അടുത്താണ്. വലിയപ്പച്ചൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളെ കൂടി വിളിച്ചോ, അവളെ ഏതായാലും സങ്കടപ്പെട്ട് ഇരിക്കല്ലേ, അപ്പം മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് അവിടെ പോയി ചോദിക്കട്ടെ, അവൾ കുറച്ച് പിണക്കത്തിലാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ പോയി ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്നാണ് പറഞ്ഞത്.
അവളില്ലാത്ത സ്ഥിതിക്ക് അപ്പച്ചനും ഇല്ല കേട്ടോ. അപ്പച്ചനും പറയുന്നുണ്ട് ഞാനും വരുന്നില്ലടാന്ന്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിന് നമ്മുടെ സ്റ്റാലിൻ തന്നെ ഒറ്റയ്ക്ക് വണ്ടിയെടുത്ത് സ്പീഡിൽ പോകുന്നുണ്ട്. ഈ ഒരു പോക്ക് എങ്ങോട്ടാണാവോ, വെറുതെ പെട്രോൾ കത്തിക്കാനൊക്കെ നമ്മുടെ വല്യപ്പച്ചൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പൗലോസ് ചേട്ടനും അതുപോലെ തന്നെ അവിടെയുള്ള ഡ്രൈവറും പിന്നെ ജോലിക്കാരിയൊക്കെ നമ്മളെ അലീനയെ കാത്തിരിക്കുന്നുണ്ട്. കാരണം അവൾ വന്നിട്ട് വേണം അവളുടെ മുന്നിൽ വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാനെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ അലീന അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഡ്രൈവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മീൻ കട്ട് ചെയ്യേണ്ട പൗലോസ് ചേട്ടാന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഞാനിനി ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ പേടിക്കണം ആവോന്നും അയാൾ പറയുന്നുണ്ട്. അത് അവൾക്കിട്ടൊന്ന് തട്ടിയതാണ്. എന്തായാലും അവളുടെ മുമ്പിൽ വെച്ച് തന്നെ മീൻ കട്ട് ചെയ്യുന്നുണ്ട്. എന്നത്തതിനേക്കാളും കൂടുതൽ വേസ്റ്റ് ആക്കിയിട്ട് തള്ളി കളയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനെതിരെയും നമ്മുടെ അലീന നന്നായിട്ട് പ്രതികരിക്കും. ഒന്നുകിൽ പൗലോസ് ചേട്ടൻ അല്ലെങ്കിൽ അലീന, ഇവരിൽ രണ്ടിലൊരാൾ മാത്രമേ ഇങ്ങനെ പോയാൽ ആ വീട്ടിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അലീന അവിടുന്ന് മാറി കൊടുക്കേണ്ടി വരും. കാരണം ശരിയായ പാതയിലെ അവൾ പിന്തുടരുകയുള്ളൂ. തെറ്റായ വഴി എവിടെ കണ്ടാലും അവൾ ശകാരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്റെ പേരിൽ പപ്പ അവളെ വെറുക്കുമോ ഇല്ലേന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം ഈ വീട്ടിൽ വന്നിട്ട് അവൾ അധികാരം സ്ഥാപിക്കാൻ നിൽക്കുകയാണോ ഇല്ലേന്നൊക്കെ ഒരു ചെറിയൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ്. ബാക്കി എന്ത് ബുദ്ധിമുട്ടിലും അവൾ പൊരുത്തപ്പെട്ട് ജീവിക്കും. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ അവൾക്ക് എന്തായാലും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ സ്റ്റാലിൻ പപ്പ അവളെ അവിടുന്ന് ഇറക്കി വിടൂ ഇല്ലെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.